തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ പുതിയ ഭരണസമിതി ചുമതലയേൽക്കുകയാണ്. പ്രസിഡന്റായി മുൻ ചീഫ് സെക്രട്ടറി കെ ജയകുമാറും അംഗമായി മുൻ മന്ത്രി കെ രാജുവും അല്പസമയം മുമ്പാണ് ദേവസ്വം ബോർഡ് ആസ്ഥാനം സത്യപ്രതിജ്ഞ ചെയ്യാൻ പോകുന്നത്. 2 വർഷത്തേക്കാണ് അവരുടെ കാലാവധി. പ്രസിഡന്റായിരുന്ന PS പ്രശാന്തും അംഗം A അജികുമാറും സ്ഥാനമൊഴിഞ്ഞിരുന്നു. അതിന്റെ ചടങ്ങാണ് ഇപ്പോൾ കാണുന്നത്. മന്ത്രി V ശിവൻകുട്ടി അടക്കമുള്ളവർ, VN വാസവൻ അടക്കമുള്ളവർ അവിടെ വേദിയിലുണ്ട്. നേരത്തെ പറയുന്നത് പോലെ ഇത് സാധാരണഗതിയിൽ ഒരു നോർമൽ ഒരു ഈ പറയുന്ന PS പ്രശാന്തിന് കാലാവധി അവരുടെ ഭരണസമിതി കാലാവധി നീട്ടിക്കൊടുക്കാൻ ആലോചന എന്നിങ്ങനെ കാര്യമായി തന്നെ കേട്ടിരുന്നു. അപ്പോൾ അതിനിടയിലാണ് ഈ പറയുന്ന അശ്ലീവാദം പോലെ വാർത്തകൾ മുഴുവനായി വരുന്നതും. അങ്ങനെ വാർത്തകൾ വെറുതെ വരുന്നതല്ല, കോടതി ഇടപെടലാണ്. അതിൻ്റെ തുടർച്ചയിൽ ഒരു പ്രസിഡന്റ്, ദേവസ്വം ബോർഡിന്റെ ഒരു പ്രസിഡന്റ് ഇപ്പോൾ ജയിലിലാണ്, അകത്താണുള്ളത്. അടുത്ത പ്രസിഡന്റ് A പത്മകുമാറിനെ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു. A പത്മകുമാറും ഈ കള്ളപ്പോറ്റിയുമായി ചേർന്ന് പണം ഉണ്ടാക്കി എന്നുള്ള കാര്യം, അല്ലെങ്കിൽ ബെനിഫിറ്റ് ഉണ്ടാക്കി എന്നുള്ള കാര്യം അന്വേഷണ സംഘം കണ്ടെത്തുന്ന സാഹചര്യത്തിൽ ആ ചോദ്യം ചെയ്യൽ നിർണായകമാണ്. ആ ചോദ്യം ചെയ്യൽ ഒരുപക്ഷെ അറസ്റ്റിലേക്ക് പോവാതിരിക്കാൻ നിർവാഹമില്ല എന്ന് വേണം SITയുടെ പക്കലുള്ള കനപ്പെട്ട തെളിവുകൾ വെക്കുമ്പോൾ നോക്കേണ്ടത്. അപ്പോൾ ഒരധ്യക്ഷൻ അകത്താണ്, മറ്റൊരു അധ്യക്ഷൻ സംശയനിഴലിൽ അങ്ങനെ നിൽക്കുന്നുണ്ട്. സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കുന്ന ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. കൃഷ്ണൻ നായർ മകൻ 73 വയസ്സുള്ള K ജയകുമാർ എന്ന ഞാൻ ക്ഷേത്രാരാധനയിലും ഈശ്വരനിലും വിശ്വസിക്കുന്നു എന്ന് സാക്ഷ്യപ്പെടുത്തിക്കൊണ്ട് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റായി ദൈവനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്ത് ഇന്നേ ദിവസം ചുമതലയേൽക്കും. അടുത്തതായി ദേവസ്വം ബോർഡ് അംഗമായി സത്യപ്രതിജ്ഞ ചെയ്യുന്നതിന് അഡ്വക്കേറ്റ് K രാജു അവർകളെയും സത്യവാചകം ചൊല്ലിക്കൊടുക്കുന്നതിന് ദേവസ്വം ബോർഡ് സെക്രട്ടറി PN ഗണേശ്വരൻ പോറ്റി അവർകളെയും സ്വാഗതം ചെയ്യുന്നു. ചീഫ് സെക്രട്ടറി ആയിരുന്ന K ജയകുമാർ വിരമിച്ചു. അതിനുശേഷം 5 വർഷം മലയാള സർവകലാശാല VC ആയിരുന്നു. നിലവിൽ IMG ഡയറക്ടറായി തുടരവെയാണ് പുതിയ പദവി. ജയകുമാർ മാധ്യമങ്ങളോട് ടെലിഫോണടക്കം സംസാരിച്ചിരുന്നു. അദ്ദേഹം അത് പറഞ്ഞത് ഈ പറയുന്ന രീതിയിൽ അഞ്ചൽ നെടിയറ നട്ടയം ദേശത്ത് പുത്തമ്പര വീട്ടിൽ G കരുണാകരൻ മകൻ 72 വയസ്സുള്ള K രാജു എന്ന ഞാൻ ക്ഷേത്ര ആരാധനയിലും ഈശ്വരനിലും വിശ്വസിക്കുന്നു എന്ന് സാക്ഷ്യപ്പെടുത്തിക്കൊണ്ട് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അംഗമായി ദൈവനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്ത് ഇന്നേ ദിവസം ചുമതലയേൽക്കുന്നു. അഡ്വക്കേറ്റ് K രാജു. പുരോഗമിക്കുകയാണ്. മുൻ മന്ത്രി K രാജുവാണ് ഇപ്പോൾ അംഗമായി സത്യപ്രതിജ്ഞ ചെയ്ത്. നേരത്തെ A അജികുമാറും PS പ്രശാന്തും വ്യാഴാഴ്ച ഇന്നലെ മിനിഞ്ഞാന്ന് സ്ഥാനമൊഴിഞ്ഞതാണ്. വ്യാഴാഴ്ച സ്ഥാനമൊഴിഞ്ഞതാണ്. 2 വർഷത്തേക്കാണ് ഇതിൻ്റെ കാലാവധി. അങ്ങനെ A അജികുമാർ CPIയുടെ നോമിനിയായിരുന്നു. ഇപ്പോൾ അതിന് പകരം K രാജു CPIയുടെ നോമിനിയായി ദേവസ്വം ബോർഡിലേക്ക് എത്തുകയാണ്. ഇതൊക്കെ രാഷ്ട്രീയ നിയമനങ്ങളാണ്. അങ്ങനെ രാഷ്ട്രീയ വ്യക്തിത്വമല്ലാത്ത ജയകുമാർ എന്ന് പറയുന്ന ഒരു വ്യക്തിത്വം ദേവസ്വം ബോർഡ് ആസ്ഥാനത്തേക്ക് എത്തുന്ന, അധ്യക്ഷ സ്ഥാനത്തേക്ക് എത്തുന്നതിന് പിന്നിൽ ഉള്ള കാരണങ്ങൾ നമുക്കറിയാം. പിന്നിൽ അതിനുള്ള ചില പരിതസ്ഥിതികളുണ്ട്. അത് ഈ ദേവസ്വം ബോർഡ് ഇപ്പോൾ എത്തി നിൽക്കുന്ന അങ്ങേയറ്റം സങ്കടകരമായ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് അതിൻ്റെ വിശ്വാസത്തെ വീണ്ടെടുക്കുക എന്ന ലക്ഷ്യമൊക്കെ ശ്രീ ജയകുമാറിനുണ്ട്. ജയകുമാർ തന്നെ അത് തുറന്നു പറയുകയും ചെയ്തു. ദേവസ്വം ബോർഡ് വിശ്വാസത്തെ വീണ്ടെടുക്കൽ തന്റെ ലക്ഷ്യങ്ങളൊന്നാണ് എന്ന് അദ്ദേഹം തുറന്നു പറയുകയും ചെയ്തു. അപ്പോൾ അദ്ദേഹത്തിന് ബോധ്യമുണ്ട് അതിൻ്റെ വിശ്വാസത പ്രശ്നം ഉണ്ട് എന്ന് അദ്ദേഹത്തിന് ബോധ്യപ്പെടുകയും ചെയ്തു. അവിടെ സത്യപ്രതിജ്ഞാ ചടങ്ങ് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ബഹുമാനായ ദേവസ്വം സഹകരണ തുറമുഖ മന്ത്രി ശ്രീ VN വാസവൻ അവർകൾ, ബഹുമാനായ പൊതുവിദ്യാഭ്യാസ തൊഴിലുവകുപ്പ് മന്ത്രി ചടങ്ങുകൾ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പുതിയ ഭരണസമിതി ചുമതലയേറ്റ് കഴിഞ്ഞിരിക്കുന്നു. 2 വർഷത്തേക്കാണ് ദേവസ്വം ബോർഡ് ആസ്ഥാനത്താണ് സത്യപ്രതിജ്ഞാ ചടങ്ങ് നടന്നത്. 2 വർഷത്തേക്കാണ് അതിന്റെ കാലാവധി. മനീഷ് മഹിപ്പാൽ തുടരുന്നുണ്ട്. മനീഷ്, നമുക്കറിയാം ദേവസ്വം ബോർഡിന്റെ അധ്യക്ഷ സ്ഥാനത്തേക്ക് സാധാരണഗതിയിൽ വരാറുള്ളത് രാഷ്ട്രീയ നോമിനികളാണ്. എന്ന് പറഞ്ഞാൽ വളരെ സജീവമായ പാർട്ടി പ്രവർത്തകർ തന്നെയാണ് അതിന്റെ മുകളിലേക്ക് വരാറുള്ളത്. ഇക്കുറി ആ പതിവ് തെറ്റിച്ച് ജയകുമാർ അധ്യക്ഷനാവുന്നതിന്റെ കാരണങ്ങൾ നമുക്കറിയാം. ദേവസ്വം ബോർഡ് അതിന്റെ ചരിത്രത്തിൽ ഇന്നേവരെ ഇല്ലാത്ത വണ്ണമുള്ള ഒരു അങ്ങേയറ്റത്തെ ഒരു മോഷണ കേസിന്റെ മറ്റെന്തെങ്കിലും അഴിമതിയൊക്കെ ആണെങ്കിൽ പിന്നെ മനസ്സിലാക്കാം. ഇത് ഭഗവാന്റെ മുതല് മോട്ടിച്ചു എന്ന് പറയുന്ന ഒരു കൊള്ളക്കേസിന്റെ സംശയനിഴലിൽ നിൽക്കുന്ന ഒരു പശ്ചാത്തലമൊക്കെ അവിടെയുണ്ട്. അങ്ങേയറ്റത്തെ ഗുരുതരമായ വിശ്വാസത നഷ്ടം സംഭവിക്കുന്നുണ്ട്. ആ വിശ്വാസം തിരിച്ചുപിടിക്കൽ അടക്കം ജയകുമാർ അത് അദ്ദേഹത്തിന് കഴിയും എന്ന് തന്നെയാണ് ഞാൻ വ്യക്തിപരമായി വിശ്വസിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിന് ഉത്തരവാദിത്തങ്ങൾ വലുതാണ്. ആ ഉത്തരവാദിത്തങ്ങളെ പറ്റി അദ്ദേഹത്തിന് ബോധ്യവുമുണ്ട്. മനീഷ്,
ഹാഷ്മി വിശ്വാസി എന്ന് രേഖപ്പെടുത്തി ദൈവനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്ത് ദേവസ്വം പ്രസിഡന്റായി കെ ജയകുമാർ ഇപ്പോൾ ചുമതലയേറ്റിരിക്കുകയാണ്. നമുക്കറിയാം, ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ബ്യൂറോക്രാറ്റ് കൂടിയിട്ടുള്ള ജയകുമാറിനെ ഈ സ്ഥാനത്തേക്ക് ഏൽപ്പിച്ചുകൊണ്ട് കളങ്കമില്ലാതെ ഇനി ദേവസ്വം ബോർഡിനെ അല്ലെങ്കിൽ ആ വകുപ്പിനെ തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് ഈ രീതിയിലുള്ള ഒരു രാഷ്ട്രീയ നീക്കം തന്നെ CPIM ആലോചിക്കുന്നതും. അങ്ങനെ അതിന്റെ ഭാഗമായി തന്നെ ദേവസ്വം ബോർഡ് പ്രസിഡന്റായി കെ ജയകുമാറിനെ കൊണ്ടുവരികയും നേരത്തെ തന്നെ മന്ത്രിയായിരിക്കെ തന്നെ യാതൊരു വിധത്തിലുള്ള അഴിമതി ആരോപണങ്ങളോ ഒന്നും തന്നെ ഇല്ലാത്ത CPIയുടെ അംഗമായിട്ടുള്ള കെ രാജുവിനെ, മുൻ വനം വകുപ്പ് മന്ത്രിയായിട്ടുള്ള കെ രാജുവിനെ ബോർഡ് അംഗമായി തന്നെ ചുമതലയേൽപ്പിക്കുന്നു. അങ്ങനെ രാഷ്ട്രീയമായ ഒരു നീക്കമായിട്ട് തന്നെ ഇതിനെ നമുക്ക് കാണേണ്ടി വരും. അത്തരത്തിൽ ദേവസ്വം ബോർഡിനെ ഏറ്റ വലിയൊരു പ്രഹരം, അത് ദേവസ്വം വകുപ്പിനും സർക്കാരിനും പാർട്ടിക്കും ഏറ്റ വലിയൊരു പ്രഹരമായി മാറി. അങ്ങനെ ചരിത്രത്തിൽ ആദ്യമായ ഒരു ദേവസ്വം കമ്മീഷണർ, 2 തവണ ദേവസ്വം പ്രസിഡന്റായിരുന്ന ദേവസ്വം പ്രസിഡന്റായി വന്ന N വാസു അടക്കം ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു അറസ്റ്റ് ചെയ്യപ്പെടുകയും പിന്നീട് റിമാൻഡിലാകുകയും ചെയ്തൊരു സ്ഥിതിവിശേഷത്തിൽ കൂടി സംസ്ഥാന രാഷ്ട്രീയം എത്തുക. ഒരിക്കൽ കൂടി ശബരിമല കേന്ദ്ര ബിന്ദുവായി സംസ്ഥാനത്തെ രാഷ്ട്രീയം മാറുന്നു എന്നതുകൂടിയാണ് ഇതിൽ നോക്കിക്കാണേണ്ടത്. അങ്ങനെ അയ്യപ്പ സംഗമത്തിൽ തുടങ്ങിയ സംസ്ഥാന അതാണ് സാഹചര്യം. അപ്പൊ അതിന്റെ കെ ജയകുമാർ നല്ല കാര്യമാണ്. കെ ജയകുമാർ അതിന്റെ അധ്യക്ഷ സ്ഥാനത്തേക്ക് എത്തുന്നത്. അപ്പൊ അത് എന്തുകൊണ്ടാണ് അങ്ങനെ ചരിത്രത്തിൽ ആദ്യമായി രാഷ്ട്രീയക്കാരനല്ലാത്ത ഒരു ബ്യൂറോക്രാറ്റ്, ഒരു നല്ല പ്രതിച്ഛായുള്ള ആൾ അതിന്റെ അധ്യക്ഷ സ്ഥാനത്തേക്ക് എത്തുന്നത് എന്തുകൊണ്ടാണെന്ന് എല്ലാവർക്കും അറിയാം. അത് ദേവസ്വം ബോർഡ് അതിന്റെ ചരിത്രത്തിൽ ഇന്നേ വരെ ഇല്ലാത്ത വണ്ണമുള്ള വലിയ നാണക്കേടുകൾക്ക് എന്ന് പറഞ്ഞാൽ സ്വത്തടിച്ചു മാറ്റി വിറ്റ ഒരു പോറ്റിക്ക് വേണ്ടി പാവിരിച്ചു എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ പരവതാനി വിരിച്ചു എന്നൊക്കെ പറയുന്നത് അങ്ങേയറ്റം ഷെയിമുണ്ടാക്കുന്ന ചില വാർത്തകളാണ്. അത് വെറുതെ പറയുന്നതുമല്ല, കോടതി ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിലൊക്കെ പറയുന്നതുമാണ്. അപ്പോൾ ആ പശ്ചാത്തലത്തിൽ അങ്ങനെ വിശ്വാസ നഷ്ടം ഉണ്ടായിരിക്കുന്ന, മുഖം നഷ്ടപ്പെട്ട ഒരു ബോർഡിലേക്കാണ് അദ്ദേഹം എത്തുന്നത്. അദ്ദേഹത്തിന് അതിന് മുഖം തിരിച്ചുപിടിക്കാൻ, അതിന് വിശ്വാസം തിരിച്ചുപിടിക്കാൻ, വിശ്വാസികളുടെ വിശ്വാസം തിരിച്ചുപിടിക്കാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. ശ്രീ കെ ജയകുമാർ എല്ലാവിധ ആശംസകളും അറിയിക്കുകയുമാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.